ഒരു 3-3.5 ഇഞ്ച് ഗ്യാപ്പ് ഇപ്പം ഉണ്ടാവും. ഇനി നമുക്ക് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എത്രത്തോളം പൊങ്ങുന്നുള്ളത് ഇതേ 5 ഇഞ്ചാണ് ഇപ്പോൾ ഉള്ള ഗ്യാപ്പ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ വണ്ടി ഒരു 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി, എന്നാലും ഇന്ന് നമ്മൾ എന്തായാലും വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോവാണ്. അപ്പൊ പലർക്കും ഡൗട്ട് ഉണ്ടാവും, നമുക്ക് വണ്ടി എന്തിനാണ് ലിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. എന്താണ് ലിഫ്റ്റിംഗ് എന്താണ്, ഇതിന്റെ പ്രൊസീജിയർ എന്താണ്, ഇത് എങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഈ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണുക. ലിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ ഏരിയ, നമ്മുടെ റോഡ്, നമ്മുടെ ലാൻഡ്സ്കേപ്പ്, പിന്നെ നമ്മളെ റോഡുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പകുതി ഓഫ് റോഡ് തന്നെയാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത്. ലിഫ്റ്റ് ചെയ്ത വണ്ടി, ലിഫ്റ്റ് ചെയ്യാത്ത വണ്ടിയുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മൾ ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണെങ്കിൽ, ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഹൈറ്റ് കുറച്ച് കൂട്ടുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ഇതിന്റെ ഉള്ളിലാണ് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്, ബാക്കിൽ വരുന്നത് ലീഫ് സസ്പെൻഷനുമാണ്. അപ്പൊ ലീഫ് സസ്പെൻഷൻ ആണെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഷാക്കിൾ, കുറച്ച് ലെങ്ത് കൂടിയ ഷാക്കിൾ അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയ ഷാക്കിൾ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഹൈറ്റ് കൂട്ടാം. ഫ്രണ്ടിലാണെങ്കിൽ ഇതിന്റെ കോയിൽ സ്പ്രിംഗ് ആണ് വരുന്നത്. അപ്പൊ കോയിൽ സ്പ്രിംഗിന് നമ്മൾ സ്പേസർ ഇട്ട് കൊടുക്കുക. ഇതാണ് ആ സ്പേസർ. ഇതിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ലിഫ്റ്റ് ചെയ്താലുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് വണ്ടിയുടെ അപ്രോച്ച് ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ, അതുപോലെ ബ്രേക്ക് ഓവർ ആംഗിൾ, ഇതിലെല്ലാം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ പോലെ ഓഫ് റോഡ് യൂസിന് ഇതൊരു മൾട്ടി പർപ്പസ് വാനാണ്. ഇത് നമ്മൾ നോർമൽ റോഡ് പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്തതല്ല. ഇപ്പൊ ഞാൻ ഇങ്ങോട്ടൊന്ന് വന്ന വഴി ഞാൻ ഈ വീഡിയോയിലൊന്ന് ആഡ് ചെയ്യാം. അതൊന്നും ഒരു സാധാ കാറിനോ അല്ലെങ്കിൽ ചെറിയ വണ്ടിക്കോ വരാൻ പറ്റുന്ന വഴികൾ കൂടെ അല്ല ഞാനിപ്പോൾ വന്നത്. ഒരു പുല്ലും കാടും നിറഞ്ഞ വഴി കൂടെയാണ്. അപ്പൊ അതുപോലത്തെ വഴി കൂടെയൊക്കെ നമ്മൾ ഇങ്ങനത്തെ വണ്ടിക്കായിട്ട് പോണ സമയത്ത് കുറച്ചും കൂടി കമ്പനി നമുക്ക് തരുന്നതിനേക്കാൾ കുറച്ചും കൂടി ഹൈറ്റ് കൂടുതൽ, അതല്ലെങ്കിൽ കുറച്ചും കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് നമുക്കിനെ തോന്നും. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് നോർമൽ ടയർ വരുന്നത് 215 215 സൈസ് വരുന്നത്. ഞാനത് മാറ്റിയിട്ട് 235 ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് ടയർ മാറ്റിയ സമയത്ത് 4 ടയർ ഒരുമിച്ചാണ് മാറ്റിയത്. അത് 4 ഒരുമിച്ച് 235 ആക്കി. 235 ആക്കിയ സമയത്ത് എനിക്കിവിടെ ബമ്പറിൽ തട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബമ്പറിന്റെ ഉള്ളിൽ അത് ചെറിയൊരു സ്പേസർ ഇട്ടിട്ട് അതൊന്ന് വൈഡാക്കി. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഒന്ന് അത്യാവശ്യം ബോഡി റോളിംഗ് ഉള്ള വണ്ടിയാണത്. അപ്പോൾ ഒരു ആർട്ടിക്കുലേഷൻ വരുന്ന സമയത്ത്, വണ്ടി ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് ഇപ്പൊ ടച്ച് ആവുന്നുണ്ട്. അങ്ങനെ ടച്ച് ആവുന്ന സമയത്ത് ഒരു കുണ്ടിലൊക്കെ പോയി ചാടുന്ന സമയത്ത് ഈ സാധനം ചിലപ്പോൾ കുറച്ച് തള്ളി മോളിക്കാണ് വരുന്നത് തട്ടിയിട്ട്. അപ്പോൾ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയതും അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ കൂടുതലായിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്, അതിന്റെ കോസ്റ്റും പിന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറും ഈ വണ്ടിയിൽ തന്നെ, ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള ഇതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോയിൽ സ്പ്രിങ്ങിന്റെ മുകളിൽ ഇങ്ങനെ സ്പ്രിങ്ങിലേക്ക് നമ്മൾ ഈ സാധനം ഇറക്കി വെക്കുക. ഇതാണ് അതിന്റെ പാഡ് വരുന്നത്. ഈ പാഡ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഗ്യാപ്പ്, ഒരു ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടും. ആ ഗ്യാപ്പിലാണ് അത്രേ ഹൈറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ സാധനം ഞാൻ മാറ്റിയിട്ട് ഇത് നേരെ ഇതിന്റെ താഴെ വെക്കും. കോയിൽ സ്പ്രിങ്ങിന്റെ താഴെ ഇപ്പൊ ഒന്നുമില്ല, പ്ലെയിൻ ആണ്. അപ്പോൾ സ്പ്രിങ്ങിന്റെ താഴെ ഇതും, മുകളില് നൈലോണിന്റെ, അത് റബ്ബറാണ്, ചിലപ്പോൾ ഒന്ന് ജാമായി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോകും. ഇപ്പൊ ഞാൻ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇത് 2 ഇഞ്ചിന്റെ സ്പേസർ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വ്യത്യാസം വരും. നോർമൽ ഉള്ളത് ഇത്രേ ഉള്ളൂ. ഇത് ഇത്രയും ഒരു ഏകദേശം 1.5 ഇഞ്ചിന്റെ അടുത്ത് വ്യത്യാസം വരും. ഇത് നൈലോണാണ്, കുറച്ച് ഹാർഡാണ്. അതിന്റെ കൂടെ റബ്ബർ, ഇതുപോലെ വളയൊന്നുമില്ല, കുറച്ച് ഹാർഡാണ്. അപ്പൊ ഈ സാധനം ഞാൻ കോയിൽ സ്പ്രിങ്ങിന്റെ മുകളിൽ ഇറക്കി വെച്ചിട്ട് ഇത് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും. ആ സമയത്ത് നമുക്കൊരു ഈ സാധനം ഒഴിവാക്കുന്നുമില്ല. അപ്പൊ ഒരു ഏകദേശം ഇതിന്റെ ഫുൾ ഹൈറ്റിനെ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം കിട്ടുന്നുള്ളത് നമുക്ക് വണ്ടി വർക്ക് ചെയ്ത് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ ഇപ്പൊ ഉള്ള ഒരു ഹൈറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഉള്ള ടയറും ഈ ബോഡിയും തമ്മിലുള്ള ഗ്യാപ്പ് ഏകദേശം 3 ഇഞ്ച്. സൈഡിക്ക് വണ്ടി കുറച്ച് തൂങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെ പോയാലും ഒരു 3-3.5 ഇഞ്ച് ഗ്യാപ്പ് ഇപ്പൊ ഉണ്ടാവും. ഇനി നമുക്ക് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എത്രത്തോളം പൊങ്ങുന്നുള്ളത് ഇതേ സ്ഥലത്ത് തന്നെ വന്ന് വണ്ടി നിർത്തിയിട്ട് നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇതിന്റെ ഹൈറ്റ് ഒന്ന് കാണിക്കാം. ഏകദേശം ഒരു 5 ഇഞ്ചോളം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എത്രത്തോളം ഹൈറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്രത്തോളം കിട്ടുന്നുള്ള വണ്ടി വർക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് നോക്കാം.
പിന്നെ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമുക്ക് ബൊലേറോക്ക് വരുന്ന മെയിൻ്റനൻസ് ആയിട്ട് മെയിൻ ആയിട്ട് വരുന്ന അതെന്താന്ന് വെച്ചാൽ ഇതിന്റെ സസ്പെൻഷൻ പാർട്ട് തന്നെയാണ്. അതില് ബോൾ ജോയിന്റ്, അപ്പർ ആമും ലോവർ ബോൾ ജോയിന്റ് രണ്ടും ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മാറുന്നുണ്ട്. ഇത് ലെഫ്റ്റ് സൈഡില് കമ്പനി വണ്ടി വാങ്ങുമ്പോൾ തന്നെ ഉള്ളതാണ്. 9 വർഷം പഴക്കമായി, 9 അല്ല 10 വർഷം പഴക്കമായി, 1,10,000 കിലോമീറ്റർ ആയി, ഇതുവരെ ആ സാധനം മാറിയിട്ടില്ല. ഈ സൈഡില്, ആ സൈഡിൽ ഒരു തവണ പൊട്ടിയിരുന്നു. അതിനുശേഷം ഞാൻ ലോവറും മാറി അപ്പറും മാറി, രണ്ടും മാറിയതാണ്. ഈ സൈഡിൽ ഇതുവരെ മാറിയിട്ടില്ല. അതിന്റെ കൂട്ടത്തിൽ ഞാൻ അതും വാങ്ങിയിട്ടുണ്ട്. മഹീന്ദ്രയുടെ തന്നെ ഒറിജിനലാണ് വാങ്ങിയിട്ടുള്ളത്. ഇതാണ് ബോൾ ജോയിന്റ് ലോവർ വരുന്നത്. ഇതിന് ഏകദേശം 1000 രൂപ വില ഉണ്ട്. അങ്ങനത്തെ ഇത് രണ്ട് സൈഡിക്കും കൂടി 2000 ആയി. ഇതിന്റെ അപ്പറാമാണ് ഇത് വരുന്നത്. ഇതിന് 1050 രൂപ. ഇത് മഹീന്ദ്രയുടെ തന്നെ ഒറിജിനലാണ് സാധനം വരുന്നത്. അങ്ങനെ മൊത്തം 4000 രൂപയുടെ സാധനം ഈ ഷോറൂമിൽ തന്നെ വാങ്ങി. പിന്നെ ഈ സാധനം ഇതിപ്പോ വണ്ടിയുടെ ഉള്ളിൽ രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട്. അതിന്റെ അവസ്ഥ എന്താന്നുള്ളത് അറിയില്ല. അപ്പോ ഇത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇതിന് രണ്ടിനും കൂടി 270 രൂപ ഇതിനായി. ഇതെന്തായാലും നമ്മളൊരു വണ്ടി ലിഫ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ടോ നോക്കണ്ട. 40,000 കിലോമീറ്റർ ആവുന്ന സമയത്ത് ഈ സെറ്റ് എന്തായാലും മാറണം. മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ വഴി കിടക്കാതെ ഉറപ്പാണ്. ചിലപ്പോൾ ലക്കിന് കിട്ടും. ഇതിപ്പോ ഒരു സൈഡ് 1,00,000 കിലോമീറ്റർ കിട്ടി. അത് യൂസേജ് കുറച്ച് ശ്രദ്ധിച്ചിട്ടുള്ള യൂസേജ് ആകുകൊണ്ട് എനിക്ക് 1,00,000 കിലോമീറ്റർ കിട്ടി. ആ സൈഡ് അത് പൊട്ടി പോവുകയും ചെയ്തു. അപ്പൊ മാറുന്ന സമയത്ത് ഞാൻ എന്തായാലും രണ്ട് സൈഡ് ഒരുമിച്ച് മാറുമായിരിക്കും നല്ലത്. പിന്നെ ഇപ്പൊ ഞാൻ ഇതില് മോഡിഫിക്കേഷൻ ആയിട്ട് ചെയ്യുന്നത്, അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തതിന് 1000 രൂപയാണ്. റിയൽ കോയിൽ പാഡ് ബൊലേറോ ഒരു സൈഡിന് 550 ഇതിൽ പറയുന്നത്. എനിക്ക് 500 കിട്ടിയോ, ഞാൻ 1000 രൂപയെ രണ്ട് സൈഡും കൂടി. അപ്പൊ ഇനി നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോയിട്ട് ഇതിന്റെ ഫിറ്റിംഗ് വീഡിയോ ഒന്ന് കാണാം. അതിനുശേഷം നമുക്ക് ഇതേ സ്ഥലത്ത് തന്നെ വന്നിട്ട് ഇതിന്റെ ഹൈറ്റ് എത്രത്തോളം മാറ്റം കിട്ടി എന്നുള്ളതൊന്ന് കാണിക്കാം. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിയുടെ വീഡിയോ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്തായാലും ഒന്ന് കാണിക്കാം. അതിന് ഒരുപാട് വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടോ. ആദ്യം തന്നെ ഇതിൻ്റെ ടയറും ജോയിൻറ്റുകളും എല്ലാം അഴിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. ചെറിയൊരു സാധനം മാറ്റാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാധനങ്ങളെല്ലാം മാറ്റിയെടുക്കണം. റിമൂവ് ചെയ്യേണ്ട ലാസ്റ്റ് ബട്ടൺ നമ്മൾ റിമൂവ് ചെയ്തിട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാഡും ഈ സ്പ്രിങ്ങും. ഇത് വെച്ചിട്ടാണ് ഞാൻ ഹൈറ്റ് കൂട്ടേണ്ടത്. ഇത് റിമൂവ് ചെയ്യുന്നതിനേക്കാളും പാട് ഇത് തിരിച്ച് വെക്കാനാണ് കേട്ടോ. കാരണം കുറച്ചും കൂടി കട്ടി കൂടിയതും സ്പേസ് കൂടിയതും കൂടി ആയതുകൊണ്ടേ തിരിച്ചു വെക്കാൻ ഒരുപാട് ടൈം എടുത്തു. തയ്ക്കാൻ പെട്ടെന്ന് എടുത്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി. പക്ഷെ തിരിച്ചു വെക്കേണ്ട കാര്യം ഹൈഡ്രോളിക് ജാക്കും പിന്നെ ഒരുപാട് എഫേർട്ട് ഇട്ടു. പിള്ളേർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഇത് തിരിച്ചു വെക്കാൻ പറ്റിയത്. ഒരുപാട് ടൈം കൺസ്യൂമിങ്ങും ആയിരുന്നു. ഏകദേശം 4 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വർക്ക്. ലിഫ്റ്റിങ്ങിൻ്റെ മേജർ പാർട്ട് തന്നെയാണ് കേട്ടോ. ഈ വർക്ക് തന്നെയാണ്. അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റി തന്നെയാണിത്. കുറച്ച് ക്ഷമയും എല്ലാം അവരുടെയൊക്കെ ഫ്രീ ടൈം നോക്കിയിട്ട് തന്നെ വേണം ചെയ്യാൻ. പിള്ളേർ നല്ല എഫേർട്ട് ഇട്ടു ഇത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ ബോൾ ജോയിൻ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ്. ഇതിപ്പോൾ ഈ ഒരു വർഷം മുമ്പ് ഞാൻ മാറ്റിയെന്ന് പറഞ്ഞത്. പക്ഷെ മറ്റവനാണ് ഇത്. കണ്ടോ, ഇത് എന്തോ ഭാഗ്യത്തിനാണ് അത്രയും കാലം ഒന്നും പറ്റാതെ ഓടിയത്. അപ്പോൾ നമ്മൾ വർക്കൊക്കെ ഡീസൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റോഡിലും അതേപോലെ ചെറിയൊരു ഓഫ് റോഡ്, ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ചെറിയൊരു ഓഫ് റോഡ് ട്രയലും നടത്തി. ഞാൻ എന്തായാലും നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിക്കാം ആദ്യം. നേരത്തെ അതിൽ ഫസ്റ്റ് നമ്മൾ എടുത്തത് 3 ഇഞ്ച് ഗ്യാപ്പാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ളത് കറക്റ്റ് നോക്കുകയാണെങ്കിൽ 5 ഇഞ്ച് കറക്റ്റ് 5 ഇഞ്ചാണ് ഇപ്പോൾ ഉള്ള ഗ്യാപ്പ്. ടയറും അതേപോലെ വീലാർസും തമ്മിലുള്ള ക്ലിയറൻസ് ഇപ്പോൾ 5 ഇഞ്ചായി. നേരത്തെ ഉണ്ടായിരുന്നത് 3 ഇഞ്ചായിരുന്നു. സ്റ്റോക്കിൽ എത്ര വരുന്നത് നമുക്കറിയില്ല, കാരണം എൻ്റെ വണ്ടി കുറച്ച് ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നു. വർക്ക് എടുത്തതിൽ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മാറ്റം ഉണ്ട്. ഇതാണ് ഞാൻ അഡീഷണൽ ആയിട്ട് വാങ്ങിയിട്ടുള്ള കോയിൽ സ്പ്രിങ്ങിൻ്റെ പാഡ്. സ്റ്റോക്ക് വരുന്നത് ഇതാണ്. നമ്മൾ വാങ്ങിയത്, ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഈ സാധനം ഓയിൽ സ്പ്രിങ്ങിൻ്റെ താഴെ അഡീഷണൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടി ഹൈറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ താഴെ അതിനുള്ള സ്പേസ് ഇല്ല. മുകളിൽ പിന്നെ നേരത്തെ ഇത് ഉണ്ടായിരുന്ന പാഡ് തന്നെയാണ് സെയിം. ഇതിനെക്കാട്ടും കുറച്ചും കൂടി നല്ല പാഡായിരുന്നു ഇത്. അപ്പോൾ ഞാൻ അത് തന്നെ ആദ്യം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ അഡീഷണൽ വാങ്ങിയ നൈലോണിൻ്റെ സ്പ്രിങ് കിട്ടും.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ 2 ഇഞ്ചാണ് അതിൻ്റെ ടോട്ടൽ സ്പേസ് വരുന്നത്. ആ 2 ഇഞ്ചിൽ ഒരു 1.5 ഇഞ്ച് നമുക്ക് കിട്ടുള്ളൂ, 1/2 ഇഞ്ച് ഉള്ളിൽ പോകുന്നതാണ്. അപ്പോൾ 1/2 ഇഞ്ച് ഉള്ളിൽ പോയതിന് പകരം നമ്മൾ വേറൊരു സ്റ്റോക്കിലുള്ള ബുഷ് ഇട്ടതുകൊണ്ട് നമുക്ക് കറക്റ്റ് 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് തന്നെ ഇവിടെ കിട്ടി. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷമുള്ള ഒരു ഫസ്റ്റ് ലുക്കിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹൈറ്റ് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഇത്രയും ഹൈറ്റായി, നേരത്തെ ഉണ്ടായിരുന്നത് ഇത്രയല്ല, ഏകദേശം ഇതിനേക്കാളും കുറച്ചും കൂടി കമ്മിയായിരുന്നില്ല. അപ്പോൾ ഹൈറ്റിൽ നല്ലൊരു എടുപ്പ് തോന്നിക്കുന്നൊരു ഫീൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഓടിക്കുമ്പോഴുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ളൊരു റോളിങ്, ഒരു ആട്ടം, ഒരു നേരത്തെ ഉണ്ടായിരുന്ന സസ്പെൻഷൻ്റെ ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു. ഒരു ചെറിയ കുണ്ടിലൊക്കെ പോയി ചാടുന്ന സമയത്ത് ടെക്നം സൗണ്ട് ഉണ്ടായിരുന്നു, നല്ല എഫക്റ്റ് നേരെ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്ര അറിയുന്നില്ല. പിന്നെ ബോഡി റോളിംഗ് ആണെങ്കിൽ അതൊരു സുഖമുള്ള റോളിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വർക്ക് ഞാൻ ചെയ്തത് എറണാകുളം പടമുകളുള്ള, കാക്കനാട് അടുത്ത് പടമുകളുള്ള 80s കാർ ഗാരേജ് എന്നാണ് ഗാരേജിലാട്ടോ. 80s കാർ ഗാരേജിൻ്റെ ഓണറായിട്ട് ഞാൻ കുറച്ച് സംസാരിക്കാനുള്ള അവസരം കിട്ടിട്ടോ. അപ്പോൾ അയാളുടെ ഈ ബിസിനസ്സിലേക്കുള്ള എൻട്രി ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടീനോടുള്ള അമിതമായിട്ടുള്ള പാഷൻ. ആൾക്ക് 2 ഓഫ് റോഡ് വണ്ടികളുണ്ട്, 4x4 വണ്ടികളുണ്ട്, ഒരു സഫാരി ഉണ്ട്, ഒരു പിന്നെ ജിപ്സി ഉണ്ട്. അപ്പോൾ അതൊക്കെ അയാൾ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വണ്ടീനോടുള്ള ഒരു അമിത പാഷൻ കാരണം ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ലേബർ ചാർജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും ടോട്ടൽ 4 ജോയിൻറ്റുകളും അതേപോലെ 2 സസ്പെൻഷൻ പാഡുകളും മാറിയിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ പകുതിയെ വന്നുള്ളൂ എന്ന് പറയാം ലേബർ ചാർജ്. കാരണം ഇതിന് മുമ്പ് ഒരുപാട് തവണ പാർട്ട് ബൈ പാർട്ടായിട്ട് ഈ വർക്കുകൾ ചെയ്തിട്ട്, അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്തൊക്കെ ഒരു നമുക്ക് ലേബർ ഇതിപ്പോൾ ഒരു ജോയിൻറ്റ് മാറ്റുകയാണെങ്കിൽ 2 ജോയിൻറ്റ് മാറ്റുകയാണെങ്കിൽ ഒരുപാട് പണികൾ സൈഡൊക്കെ അയച്ചെടുത്തത്. ഇന്നലെ ഒരു ഏകദേശം 3.5 മണിക്കൂർ എടുത്തതിൻ്റെ പണി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചൊരു ലേബർ അവിടെ വന്നിട്ടില്ല. അപ്പോൾ ബോർഡും അവരുടെ സെറ്റപ്പൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ എല്ലാവരും അതിന് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നാളെ കണ്ടിട്ട് അവിടെ ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് എത്ര കോസ്റ്റ് ആവുന്നൊക്കെ ചോദിച്ചു നോക്കിയിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ വേണമെങ്കിൽ പോയി ചെയ്ത് നോക്കുക, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പണിക്കാരും സെറ്റപ്പും മെഷീനറീസും എല്ലാം. വർക്ക്ഷോപ്പിൽ നിന്ന് കുറച്ച് ക്ലിപ്പുകൾ കൂടുതൽ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരായിട്ടൊന്ന് മിങ്കിളായി വരാൻ കുറച്ച് സമയം എടുത്തു. എനിക്കിങ്ങനെ ചാനലുണ്ട്, ചാനലിലാണെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഐഡൻറ്റിറ്റി ഒന്നും ആയിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് കാരണം ഞാൻ ലിമിറ്റഡ് വീഡിയോസേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്തായാലും അടുത്ത വീഡിയോസ് മുതൽ നമുക്ക് ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ക്ലിപ്പുകളൊക്കെ ചേർത്തൊരു വീഡിയോ എടുക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.